വിരമിക്കൽ പ്രായം സംബന്ധിച്ച RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ്. വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ സർസംഘചാലക് പ്രായത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്നാണ് കോൺഗ്രസ് നേതാവ് ജയ്റാം രമേശ് പറഞ്ഞത്. മോഹൻ ഭാഗവതിനും 75 വയസ്സാകുമെന്ന് പ്രധാനമന്ത്രിക്ക് തിരിച്ചും പറയാനാകുമെന്ന് ജയ്റാം രമേശ് പറയുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, നേരത്തെ തന്നെ സഞ്ജയ് റാവട്ട് ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വരുന്നു. അങ്ങനെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? BJP പ്രതികരിച്ചിട്ടുണ്ടോ? അനുജ, ഈ വിഷയത്തിൽ മോഹൻ ഭഗവതിന്റെ പരാമർശം പ്രതിപക്ഷം ആയുധമാക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ജയറാം രമേശ്, കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയെ പ്രായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് RSS മേധാവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം തിരിച്ച് പ്രധാനമന്ത്രിക്ക് മോഹൻ ഭഗവതിൻ്റെ പ്രായത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാവുന്നതാണ് എന്നും സെപ്റ്റംബർ 17-ന് അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകും എന്നുമാണ് പ്രതികരണത്തിൽ ജയറാം രമേശ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഒരു അമ്പിൽ 2 ലക്ഷങ്ങൾ എന്നും അദ്ദേഹം ചേർത്തിരിക്കുന്നു. 2 പേർക്കും ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകും എന്ന കാര്യമാണ് ഈ ഒരു പരാമർശത്തിലൂടെ ആശയവിനിമയം നടത്താൻ ജയറാം രമേശ് ശ്രമിക്കുന്നത്. നേരത്തെ ഈ RSS മേധാവി മോഹൻ ഭഗവത് 75 വയസ്സ് പ്രായപരിധി നേതാക്കൾ അംഗീകരിക്കണം, നടപ്പാക്കണം എന്നും 75 വയസ്സായാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് അവസരമൊരുക്കണം എന്നുമുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ നടത്തിയതിന് പിന്നാലെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റോട്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിലും നടപ്പാകുമോ എന്നോ, നേരത്തെ മുതിർന്ന നേതാക്കളായ മുരളി മനോഹർ ജോഷി, LK അദ്വാനി എന്നിവർക്ക് നിർബന്ധിത വിരമിക്കൽ നടപ്പാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബാധകമാകുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം ഇന്നലെ തന്നെ മറ്റൊരു ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൻ്റെ വിരമിക്കൽ പ്ലാൻ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ അത് ഇതുമായി ബന്ധപ്പെട്ടില്ല. മോഹൻ ഭഗവതിൻ്റെ പരാമർശത്തിന് ശേഷം അതിനോട് പ്രതികരണങ്ങൾ ഇതുവരെയും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ വിഷയം അരവിന്ദ് കെജ്രിവാൾ ചർച്ചയാക്കിയ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് വിരമിക്കൽ ബാധകമല്ല എന്നും അത് BJPക്കുള്ളിൽ ഒരു ലിഖിത നിയമമായി അത് ഇല്ല എന്നും അമിത്ഷാ പ്രതികരിച്ചിരുന്നു. 2029 തിരഞ്ഞെടുപ്പും മോദി തന്നെ നയിക്കുമെന്നും ആ ഘട്ടത്തിൽ അമിത്ഷാ പ്രതികരിച്ചിരുന്നു. അതാണ്, മോദി തന്നെയാണ് ഈ പ്രായത്തിന്റെ കാര്യം കർക്കശമായി തന്നെ നടപ്പാക്കിയത് എന്നൊരു വിമർശനവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ RSS എന്താകാം ഇതിൽ ഉദ്ദേശിച്ച മോഹൻ ഭാഗവത് എന്നതിലേക്ക് അവർ ഒരു വിശദീകരണത്തിന് പോകാൻ സാധ്യതയുണ്ടോ? പൊതുവെ പറഞ്ഞതാണ് എന്ന തരത്തിലേക്കോ മറ്റോ? ബൽറാം. അനുജ, കഴിഞ്ഞ ദിവസത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു മോഹൻ ഭഗവത് അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യം ഉദ്ദേശിച്ചാണ് ആ പരാമർശം നടത്തിയത് എന്നാണ് അനൗപചാരികമായി RSS വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തൻ്റെ പ്രായം 75 ഈ വരുന്ന സെപ്റ്റംബറിലാവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റ് നേതാക്കൾക്ക് അവസരമൊരുക്കാൻ താൻ ഒഴിയും എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് ചില RSS നേതാക്കൾ അടക്കമുള്ളവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഔപചാരികമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ മറ്റ് നേതാക്കളിൽ നിന്നോ BJP നേതാക്കളിൽ നിന്നോ ഉണ്ടായിട്ടില്ല. എന്നാൽ അത്തരം ഒരു പരാമർശം വന്ന പശ്ചാത്തലത്തിലാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൂടി ആയുധമാക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. അതിനോട് BJP നേതാക്കൾ ഇതുവരെയും എന്നാൽ പ്രതികരിച്ചിട്ടില്ല. അനുജ, 75 വയസ്സിന് ശേഷം നേതാക്കൾ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശമാണിപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്.